ഇന്ന് നമ്മൾ നോക്കുന്നത് മലബാറിൻ്റെ നല്ല ടേസ്റ്റി വിഭവമായ മലബാറി ചക്കരപ്പാനിയുടെ ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൂട്ടാണ്. നല്ല പാകത്തിന് മൂത്ത കശുമാമ്പഴം പറിച്ചെടുത്ത് 20 ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഈ ചക്കരപ്പാനി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് നല്ല പാകത്തിന് മൂത്ത കശുമാമ്പഴം താഴെ വീഴാതെ നല്ല ഫ്രഷായിട്ടിരിക്കുന്നത്, പാകത്തിന് മൂപ്പ് മാത്രമേ ആകാവുള്ളൂ, ഒരുപാട് മൂത്ത് പോകരുത്, പഴുത്ത് നിൽക്കുന്നത്, മീഡിയം പഴുപ്പിൽ നിൽക്കുന്നത് കുറച്ച് മാമ്പഴം നല്ല പോലെ പറിച്ചെടുക്കുക. പറിച്ചെടുക്കുന്ന മാമ്പഴം എല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. ചെറിയ ഒരു കളറ് മാറി വരുന്ന മാമ്പഴം പറിച്ചെടുത്താൽ ഏറ്റവും നന്നായിരിക്കും. ഇപ്പം നമ്മൾ മാമ്പഴം എല്ലാം ഏകദേശം നല്ലപോലെ പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി കശുവണ്ടിയെല്ലാം ഇരിഞ്ഞ് പഴം മാത്രമായിട്ട് സെപ്പറേറ്റ് ഒന്ന് മാറ്റി റെഡിയാക്കി വെക്കുക. ഇപ്പോൾ നോക്കിയാൽ തന്നെ അറിയാം, നല്ല പഴമാണ്, നല്ല ഫ്രഷ് പഴമാണ്. കശുവണ്ടിയെല്ലാം മാറ്റി അതിന് ശേഷം നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുക്കുക. ക്ലീൻ ചെയ്യുന്നത് എന്തെങ്കിലും ഒരു കോട്ടൺ തുണി വെച്ചിട്ട്, വെള്ളം കൂട്ടരുത്, ഒരു കാരണവശാലും വെള്ളം കൂട്ടുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്യരുത്. നല്ല പോലെ ഒരു കോട്ടൺ തുണി വെച്ചിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് തൂത്ത് നല്ല ക്ലിയറാക്കി കൊടുക്കുക. സൈഡ് വശത്തുള്ള ചൊനയും മുമ്പ് വശത്തുള്ള എന്തെങ്കിലും വെള്ളപ്പാടുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ലിയറാക്കി എടുക്കുക. എല്ലാം ഇതുപോലെ ഒന്ന് ക്ലിയറാക്കി എല്ലാം പഴങ്ങളെല്ലാം ക്ലിയറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കൂട്ടിതാണ്. ഒരു 4 ആണി വലിയ വെല്ലം എടുത്തിട്ടുണ്ട്. വേറെ പഞ്ചസാരയോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല. അതുപോലെ ഒരു 3-4 പീസ് ചെറിയ കറുവാപ്പട്ടയുടെ ഇതെടുത്തിട്ടുണ്ട്. ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടും നല്ലൊരു വെറൈറ്റി മണം കിട്ടാൻ വേണ്ടിയിട്ടും നല്ല ഗ്രാമ്പു കുറച്ച് ഒരു 1/2 സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് കുറച്ച് ചെറുജീരകവും പെരിഞ്ജീരകവും, ചെറിയ ജീരകവും എടുത്തിട്ടുണ്ട്, വലിയ ജീരകവും എടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും, കുറച്ച് ചെറിയ ഈർക്കിലി, തെങ്ങിൻ്റെ ഓലയുടെ ഈർക്കിലി ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇത് നല്ലപോലെ വെല്ലം ആദ്യത്തെ ഒരാണി അടിവശത്തൊന്ന് നല്ലപോലെ ഇട്ട് കൊടുക്കുക. അടിവശത്ത് ഒരു ലെയർ, ഏറ്റവും അടിവശത്ത് ഒരു ലെയർ കുറച്ച് വെല്ലം ചിരണ്ടി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ വെല്ലത്തിൻ്റെ കൂടെ കുറച്ച് ഏലക്ക, അതുപോലെ ചെറിയ ഗ്രാമ്പു, കുറച്ച് ജീരകം, ഇതെല്ലാം അടിവശത്ത് ഒന്ന് ഇട്ട് കൊടുക്കുക. കാരണം വെള്ളം ഇറങ്ങി അതിനകത്തോട്ടൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ലെയറായിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ മറ്റ് ചെയ്യുന്നത് പോലെ ഇങ്ങനെ ലെയറായിട്ട് കിട്ടില്ല, കാരണം ഇതൊരു പഴമാണ്. ഇനി ചെയ്യുന്നത്, ഇപ്പം നല്ല പഴം നോക്കിയെടുത്തിട്ട് ഒരു 1-2 പ്രാവശ്യം ഇതുപോലെ ഒന്ന് ക്രോസായിട്ട് കുത്തിയിട്ട് ഈ ഈർക്കലി ഇതിനകത്തേക്ക് കുത്തി വെച്ചിട്ട് അടിയിലത്തെ ലെയറിൽ നമ്മൾ ഈർക്കലി വെച്ചിട്ടാണ് ഇത് കുത്തി വെച്ചിട്ടാണ് വെക്കുന്നത്. കാരണം നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഈ മിക്സ് ചെയ്യുമ്പം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കുത്തി കയറി അതിനകത്ത് നിന്ന് നീര് ശരിക്ക് പെട്ടെന്ന് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ടാണ്. ആദ്യത്തെ ഒരു ലെയർ ഇതുപോലെ ഒരു 5-6 പീസ് ഈർക്കിൽ കുത്തിയതിന് ശേഷം ഓരോരോ കുത്തുക, അപ്പുറത്തെ സൈഡ് ഇപ്പുറത്തെ സൈഡൊക്കെ കുത്തിയതിന് ശേഷം താഴോട്ട് ഇറക്കി വെക്കുന്നു. ഇപ്പം 5-6 പീസ് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴേക്കും അടിവശമെല്ലാം നല്ല ഫിറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് സെറ്റായിട്ട് വന്നു. ഇനിയിപ്പോൾ അടിവശത്തെല്ലാം ഈർക്കിൽ വെച്ച പീസെല്ലാം വന്നു. ഇനി ബാക്കിയുള്ള വെല്ലം പൊടി അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. കാരണം ഇങ്ങനെ ലെയറായിട്ടാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇതിന് മാത്രം പഴമായിട്ട് കിടക്കുന്നത് കൊണ്ട് ലെയറായിട്ടിരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ട് ആദ്യത്തെ കുറച്ച് വെല്ലം ഇട്ടു, അതിൻ്റെ കൂടെ ഓരോ ലെയറിലായിട്ട് ഏലക്ക, ഗ്രാമ്പു, കുറച്ച് പെരിഞ്ജീരകം, ചെറുജീരകം, കറുവപ്പട്ട, ഇത് പീസ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ. ഇപ്പോൾ കാണിക്കുന്നത് രണ്ടാമത്തെ ലെയർ തൊട്ട് കാണിക്കുന്നത് ഒരു 5-6 നല്ലപോലെ കുത്തി വെച്ചതിന് ശേഷമാണ്. നല്ലപോലെ കുത്തി വെച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പം ആദ്യത്തെ ലെവലും രണ്ടാമത്തെ ലെവലും കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ലെവൽ തൊട്ട് നമ്മൾ ചെയ്യുന്നത് കുറച്ച് കുത്തുകൾ കുത്തിയിട്ട് എല്ലാ പീസുകളിലും നല്ലപോലെ അപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ സൈഡും നല്ലപോലെ കുത്തി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇടയ്ക്ക് വെല്ലവും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ എത്രത്തോളം ഒരു 1/4 ഭാഗം ഇത് ശരിക്കും ചില്ലുപറണി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നാകും. എൻ്റെ കയ്യിൽ ചില്ലുപറണി ഇല്ലാത്തത് കൊണ്ടാണ്. അതുപോലെ അടപ്പ് നല്ല മുറുക്കമുള്ള അടപ്പായിരിക്കണം. അതുകൊണ്ട് മുറുക്കമുള്ള അടപ്പല്ലെങ്കിൽ നിങ്ങൾ പ്ലാസ്റ്റിക് പരണി ഉപയോഗിക്കുന്നതിനും കുഴപ്പമില്ല.
ഇപ്പോൾ ഇത് അധികം ദിവസമൊന്നും മണ്ണിനകത്ത് വെക്കുന്നില്ല, കുറച്ച് ദിവസം മാത്രമേ മണ്ണിനകത്ത് വെക്കുന്നുള്ളൂ. അതിനുശേഷം നമ്മൾ സാധാരണ പുറത്ത് കൂളിംഗ് ഉള്ള ഒരു സ്ഥലത്ത് എടുത്ത് വെച്ചിട്ട് ഒരു 20 ദിവസം കഴിഞ്ഞിട്ടാണ് എടുക്കുന്നത്. ഇപ്പം ഒരു ലെയർ കഴിഞ്ഞു, രണ്ടാമത്തെ ലെയർ കുറച്ച് കുത്തെല്ലാം കുത്തി. ഈ കുത്തി കഴിയുമ്പം ഇതിനകത്തുനിന്ന് വെയിറ്റ് വന്ന് ഇതിനകത്തു നിന്നുള്ള നീര് തുള്ളി തുള്ളിയായിട്ട് താഴോട്ട് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. വെല്ലത്തിലും ഈ ഗ്രാമ്പു, ഏലക്ക ഇതിലെല്ലാം മിക്സായി കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ഏകദേശം എല്ലാ ഒരു മുക്കാൽ പാത്രത്തിലുള്ളത് ഏകദേശം നമ്മൾ എടുത്തു വെച്ച പഴം മുഴുവൻ, നല്ല പഴങ്ങൾ മുഴുവൻ അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഏകദേശം ഈ 4 ആണി വെല്ലവും ഇടുന്നുണ്ട്. ഏകദേശം ചെറിയൊരു മധുരമേ കാണുള്ളൂ, കാരണം ഇതിനകത്തൊരു കമർപ്പുണ്ട്. ഇങ്ങനെ ഈ കശുമാമ്പഴം ഉണ്ടാക്കുമ്പോൾ ഒരു കമർപ്പുണ്ട്. ആ കമർപ്പ് മാറുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയ കാര്യം കൂടി ചെയ്യുന്നുണ്ട്. അത് വരുന്ന വഴിക്ക് പറഞ്ഞു തരാം എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന്. ഇപ്പം ഇതെല്ലാം മേലെ വശത്ത് വെല്ലമെല്ലാം ഒഴിച്ചു കൊടുത്തു, ഇട്ട് കൊടുത്തു, ചിരണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി എടുത്തു വെച്ചിരിക്കുന്ന ഈ സ്പൈസസ് എല്ലാം, ഗ്രാമ്പു, ഏലക്ക, ചെറുജീരകം, പെരിഞ്ജീരകം എല്ലാം അതിന് മേലേക്ക് ഇട്ട് കൊടുത്തു. മേലേക്ക് ഇട്ട് കൊടുത്ത് ഏകദേശം ഒരു മുക്കാൽ പാത്രമാണ് വന്നിരിക്കുന്നത്. ഒരുപാട് നിറച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇപ്പം നമ്മളൊരു കോട്ടൺ തുണി ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 കാര്യങ്ങളാണ്. കോട്ടൺ തുണി നമ്മൾ മിക്സ് ചെയ്യുമ്പം അത് ഇളകും, അതിനകത്തേക്ക് ഇതാകും. ഈ കോട്ടൺ തുണിയിൽ ഇതിനൊരു വല്ലാത്ത കമർപ്പുണ്ട്. ആ കമർപ്പ് കുറച്ച് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കോട്ടൺ തുണി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ മേലെ വെച്ച് കൊടുക്കുന്നുള്ളൂ, പക്ഷേ മിക്സ് ചെയ്യുമ്പം ഇതിനകത്തേക്ക് മിക്സാകും. ഇനി നല്ല പോലെ വേറൊരു കോട്ടൺ തുണി എടുത്തിട്ട്, നല്ലൊരു വെള്ള കോട്ടൺ തുണി എടുത്തിട്ട് നല്ല പോലെ ഇതുപോലെ വെച്ചിട്ട് നല്ല ടൈറ്റാക്കി കൊടുക്കുക. ടൈറ്റാക്കി കൊടുത്തതിന് ശേഷമാണ് നമ്മൾ അടപ്പ് വെച്ചിട്ട് മൂടുന്നത്. നല്ലപോലെ വലിച്ചു മുറുക്കുക. ഒരു കാരണവശാലും ഈച്ചയോ പാറ്റയോ ഒന്നും അതിനകത്തോട്ട് കയറരുത്. ഇങ്ങനെ അതുപോലെ മണ്ണോ കാര്യങ്ങളോ ഒന്നും കയറരുത്. നല്ലപോലെ ഉറപ്പായി എന്ന് കഴിഞ്ഞതിന് ശേഷം നല്ലപോലെ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ആ കോട്ടൺ തുണി അകത്ത് ഇറങ്ങി ആ വെള്ളത്തിലോട്ട് ഇറങ്ങി നിൽക്കും. ഈ കമർപ്പ് കുറച്ച് വലിച്ചെടുക്കുകയും ചെയ്യും. ഇപ്പം ഇതെല്ലാം നല്ലപോലെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെടുത്തിട്ട് ഒരു മണ്ണിൽ ഒരു കുഴി എടുത്തിട്ട് ഒരു 2 ദിവസം ഇതൊന്ന് കുഴിച്ചിടുന്നുണ്ട്. 2 ദിവസം കുഴിച്ചിട്ടതിന് ശേഷം ഇപ്പോൾ ഇതിൽ കാണുന്ന പോലെ തന്നെ കുഴിച്ചിടുക. അതിനുശേഷം നമ്മളിത് പുറത്തെടുത്തിട്ട് അപ്പോഴേക്കും ഇതിൻ്റെ ചാറൊക്കെ നല്ലപോലെ ഇറങ്ങിയിട്ടുണ്ടാകും. ശരിക്കും മൊത്തത്തിൽ മൂടുന്നില്ല, സൈഡ് വശം മാത്രം ഒന്ന് മൂടി കൊടുക്കുന്നുള്ളൂ. അടപ്പ് മേലെ കാണുന്നുണ്ട്. അത് ചെറിയ തണലുള്ള സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും കുഴിച്ചിടുക. 2 ദിവസം 48 മണിക്കൂറിന് ശേഷം ഇത് നമ്മൾ പൊക്കിയെടുക്കുന്നുണ്ട്. പൊക്കിയെടുത്ത് സാധാരണ ഒരു സ്ഥലത്ത്, എവിടെയെങ്കിലും തണുപ്പുള്ള ഒരു സ്ഥലത്ത് എടുത്തു വെക്കുക. അതിനുശേഷം 20 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മളിത് എടുത്തിട്ട് നോക്കുന്നത്. 20 ദിവസം ആകുമ്പോഴേക്കും നല്ല പോലെ അതിനകത്തുനിന്ന് നീരെല്ലാം ഇറങ്ങി വെല്ലത്തിൽ ലയിച്ച് ഈ മലബാർ ചക്രപാനി നല്ല ക്ലിയർ ആയിട്ട് ഇരിപ്പുണ്ടാകും. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ കുപ്പിയിലെടുത്തിട്ട് മണ്ണിലെടുത്തിട്ട് കുഴിച്ചിടാൻ കഴിയും. ഇപ്പം അതിന് നല്ല വൈനിൻ്റെ നല്ല വീര്യവും കാര്യങ്ങളും ഒക്കെ കാണും. നല്ല ഒരു ടേസ്റ്റ് വിഭവമാണ്. എന്തായാലും നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കുക. എന്തായാലും ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ കാണാൻ മനസ്സ് കാണിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ് വയനാട് കിച്ചൻ. ഗുഡ് ലക്ക് എവരിബഡി.